അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഈ മനോഹരമായ സ്ഥലം എവിടെയാണെന്നറിയാമോ? നെതർലൻഡ്സിലെ ലിസേ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്വിക്കൻഹോഫ് ഗാർഡനാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗാർഡനുകളിൽ ഒന്നാകട്ടോ. യൂറോപ്പിൻ്റെ തോട്ടം എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം അത് വിസിറ്റ് ചെയ്യുന്ന ഒരു ടൈമുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ ടൂലിപ്സും അങ്ങനെയുള്ള പൂക്കളെല്ലാം വരുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്താണത് തുറന്നിങ്ങനെ എല്ലാവരെയും കാണിക്കുന്നത് അവിടെ. അപ്പോൾ അത് വസന്തകാലം പറയും. അതായത് ഇവിടുത്തെ മാർച്ച് മുതൽ മെയ് വരെയാണ് ഈ ഗാർഡൻ സന്ദർശിക്കുന്ന ഏറ്റവും നല്ലത്. ലക്ഷക്കണക്കിന് പൂക്കളുണ്ട് കേട്ടോ അവിടെ. പലതരം പൂക്കൾ, ട്യൂലിപ്സും ഡാഫോഡിൽസും അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള കുറേ പൂക്കളുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എന്ത് രസമാണെന്ന് നോക്കി. ഈ കളറുകളുണ്ട്, പല പല കളറുകൾ. എൻ്റെ രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം വീഡിയോ എടുക്കുന്നത് ആദ്യം തൊട്ടേ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് ഇങ്ങനെ കയറി പോകുന്നു, ടിക്കറ്റ് എടുക്കുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോകണം, വീഡിയോ എടുക്കാൻ പോകണം, എല്ലാം കൂടെ ഒന്നും നടക്കുകയില്ല. പിന്നെ ഇതിനെ എത്രയും മനോഹരമാക്കുന്ന ഈ പുല്ലുകളൊക്കെ കണ്ടോ, വെട്ടി നിർത്തിയേക്കുന്നതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ ആ പുല്ലുകൾ. പിന്നെ അതിനിടയ്ക്ക് ചെറിയ ചെറിയ അരുവികൾ, അങ്ങനെ ഭയങ്കര രസമാണ്. ഞങ്ങളീ പോണത് വിൻമില്ല് കണ്ടോ, അതിൻ്റെ അങ്ങോട്ട് പോണതാണേ. അവിടെ പോയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടെ വലിയ ട്യൂലിപ്സ് ഫീൽഡുണ്ട്. അപ്പോൾ ആ ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടേ കയറി പോകാനായിട്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് എടുക്കാനാണ് ഈ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര റെസ്ട്രിക്റ്റഡാണ്. കാരണം ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ. നിങ്ങൾ അന്യൻ സിനിമയൊക്കെ കണ്ടിട്ടില്ല, അതിനകത്തുണ്ട് ഇങ്ങനെ ഇതിനിടയ്ക്ക് കൂടെ നടക്കുന്നതുമൊക്കെ. അപ്പോൾ അന്ന് കണ്ട കാലത്ത് കാണുമ്പോൾ തൊട്ട് ഓർക്കണം, ഈശ്വര എന്നേലും ഇവിടെ പോയി അതിനകത്തൂടെയൊക്കെ നടന്നൊന്ന് ചാടുന്നത് ഓടുന്നതും ഒക്കെ വീഡിയോ പിടിക്കണമെന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. കാരണം ഇത് ശരിക്കും അവരുടെ ഒരു കൃഷിയാണ്. അപ്പം അത് ഈ ആൾക്കാരെല്ലാം കയറ്റിവിട്ടാൽ അത് നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് അവർ ആ ഫീൽഡിൽ കയറാൻ നമ്മളെ അലോ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബോട്ട് എടുത്ത് ആ കനാലിന് ചുറ്റും നടക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് പോയി നമുക്ക് റൗണ്ട് ചുറ്റ് ചെയ്ത് നടക്കാം. അതിനുള്ള ഇതുണ്ട്. പക്ഷേ ഫീൽഡിനകത്ത് നമ്മൾ കയറാൻ പാടില്ല എന്നാണ്. എന്താണേലും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ബോട്ടയിലൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. കാരണം ടിക്കറ്റ് കിട്ടിയില്ല. ഒന്നെങ്കിൽ നമ്മളത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം ഫുള്ളി ബുക്ക്ഡ് ഓൾറെഡി, ഇനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ബോട്ടേ കയറാനൊന്നും സാധിച്ചില്ല. പിന്നെ സൈക്കിളൊന്നും എടുത്ത് ചുറ്റി നടക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. അതുകൊണ്ട് അതും ചെയ്തില്ല. കാരണം അന്നേരം ഇത് മുഴുവൻ കാണൽ നടക്കുകയല്ലോ. അപ്പം നിങ്ങളും കണ്ട് അഭിപ്രായമൊക്കെ പറയുക. താങ്ക്